everyone, I am Afreen PV. ഞാനിവിടെ ഇൻ്റർവെല്ലിലെ കെമിസ്ട്രിയിലെ ട്യൂട്ടറാണ്. ഇന്ന് കെമിസ്ട്രിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെറ്റലർജി അല്ലേ. മെറ്റലർജി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോണത്. എന്താണ് മെറ്റലർജി? എന്താ നിങ്ങൾക്ക് മെറ്റലർജി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്താ തോന്നണേ? എന്താ മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മെറ്റൽ? ഇപ്പോൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മെറ്റൽസ് എന്താണ്, നോൺ മെറ്റൽസ് എന്താണ്, മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോണത് ഈ മെറ്റൽസ് എങ്ങനെ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഡിഫറെൻറ്റ് മെറ്റൽസ് ഉണ്ട്. എല്ലാ മെറ്റൽസിനും ഒരേ മെത്തേഡാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെറ്റലർജിയാണ്. വാട്ട് ഈസ് മെറ്റലർജി? വാട്ട് അക്കോർഡിംഗ് ടു യു ഇസ് മെറ്റലർജി? എന്താ മെറ്റലർജി എന്ന് നിങ്ങൾക്ക് തോന്നണേ? മെറ്റലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ഓറിൽ നിന്ന് മിനറൽസായ ഓറിൽ നിന്ന് എങ്ങനെ ഒരു മെറ്റലിനെ പ്രോഫിറ്റബിളി കൺവീനിയൻ്റ്ലി എക്സ്ട്രാക്റ്റ് ചെയ്യും എന്നുള്ള ആ കംപ്ലീറ്റ് മെത്തേഡ്സിനെ പറയുന്ന പേരാണെന്ത്? മെറ്റലർജി. സോ വൺസ് അഗെയിൻ, വാട്ട് ഈസ് മെറ്റലർജി? സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിനെ അതിൻ്റെ ഓറിൽ നിന്നും എങ്ങനെ പ്രോഫിറ്റബിളിയും കൺവീനിയൻ്റ്ലി നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുമോ ആ മെത്തേഡ്സ്, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ പ്രോസസ്സസ് കംപ്ലീറ്റ് പറയുന്നതാണ് എന്ത്? മെറ്റലർജി. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മെറ്റലർജീനെ കുറിച്ച് പറയുമ്പം ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് വാട്ട് ആർ മിനറൽസ്. ഫസ്റ്റ് വേർഡ് നമുക്ക് അറിയാൻ പോകുന്നത് വാട്ട് ആർ മിനറൽസ് എന്നുള്ളത്. എന്താണ് മിനറൽസ്? സോ മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഒരുപാട് അറിയായിരിക്കും അല്ലേ. വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ്? ഇതൊക്കെ മെറ്റൽസിൻ്റെ എക്സാമ്പിളാണ് അല്ലേ. ഇതിനെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്, ഇവരൊക്കെ എന്താണ്? മെറ്റൽസാണ്. ഈ മെറ്റൽസിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച്. എങ്ങനെയാണ് ആ ഡിഫറെൻറ്റ് മെത്തേഡ്സ്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്? എന്തിൻ്റെ ബേസിലാണ് ഇവരെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? മിനറൽസ്. എന്താണ്? വാട്ട് ആർ മിനറൽസ്? എർത്തിൻ്റെ ക്രസ്റ്റിൽ നമ്മൾക്ക് ഈ മെറ്റൽസ് കാണപ്പെടുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനറൽസ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ ക്രസ്റ്റിൽ നമ്മൾ ഈ മെറ്റൽസ് കാണപ്പെടുന്ന കോമ്പൗണ്ട് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട് ഫോമിൽ ഈ മെറ്റൽസ് കാണപ്പെടുന്ന സാധനങ്ങളെ പറയുന്ന പേരാണ് എന്ത്? മിനറൽസ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അതാണ് മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വലിയ പാറക്കഷ്ണങ്ങളിലൊക്കെ ആയിരിക്കും, അതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും ഈ മെറ്റൽസ് ഉണ്ടാവുക. അത് ഒരു മെറ്റൽ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് സോഡിയം, മഗ്നീഷ്യം, അങ്ങനത്തെ ഒരുപാട് മെറ്റൽസ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും KGF മൂവി കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് നിങ്ങൾ അവിടെ എന്താ സംഭവിക്കണേ? അവിടെ ഗോൾഡിൻ്റെ മൈനിങ് ആണ് സംഭവിക്കുന്നത്. എവിടെ നിന്ന് അത് മൈൻ ചെയ്യണേ? നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? വലിയ ഗുഹേൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വലിയ പാറക്കഷ്ണങ്ങൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യണേ. അതുപോലെ ഗോൾഡ് ഒരു മെറ്റലാണ്. അതുപോലെ എല്ലാ മെറ്റൽസും നമുക്ക് അങ്ങനെ എർത്തിൻ്റെ ക്രസ്റ്റ് നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവർ എവിടെയാണോ ഉള്ളത് അതിന് പറയുന്ന പേരാണ് എന്ത്? മിനറൽസ് എന്ന് പറയുന്നത്. ഇനി ഈ മിനറൽസ്, ഈ മെറ്റൽസ് ഓരോ ക്രസ്റ്റിലും പല പ്രൊപ്പോർഷൻസിലാണ് ഉണ്ടാവുക. ചിലപ്പോൾ 100% ഒരു മെറ്റൽ ഉണ്ടാവും, 100% ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ അകത്ത് 70%, 30%, 2%, 1%, അങ്ങനെ പല കോമ്പോസിഷനിലായിരിക്കും ഈ മെറ്റൽസ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. നോക്കുക, ഇപ്പോൾ ഒരു 100 കിലോ സാധനം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് 1 ഗ്രാമാണ് ആ മെറ്റൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. നമുക്ക് അത്രയും പൈസയും സമയവും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു മെറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മിനറലിൽ നിന്ന് നമുക്കതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റൽ കിട്ടുമെങ്കിൽ മാത്രമേ ആ മിനറലിനെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെ വരുന്ന മിനറൽസിനെ പറയുന്ന പേരാണ് എന്ത്? ഓർസ്. എന്താണ് പറയുക? ഓർസ്. വാട്ട് ഡു യു മീൻ ബൈ ഓർസ്? ഓർസ് are the minerals from which a metal can be conveniently and profitably extracted. കൺവീനിയൻ്റ് ആയിട്ട്
ഈസി മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. അതേപോലെ അതെന്തായിരിക്കണം, പ്രോഫിറ്റബിൾ ആയിരിക്കണം. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. നമ്മൾ ആ മെത്തേഡ്സ് കൺവീനിയൻ്റ് ആയിരിക്കണം. എന്നാൽ അങ്ങനത്തെ പറയുന്ന പേരാണെന്ത്, ഓർസ്. മനസ്സിലായില്ലേ? എന്തെന്താ മെറ്റലർജി പറഞ്ഞ ഫസ്റ്റ് ടോപ്പിക് പറഞ്ഞ മെറ്റലർജി. സോ മെറ്റലർജി ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ബൈ വിച്ച് അല്ലേ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് മിനറൽസ്. അപ്പോൾ മിനറൽ എന്ന് പറഞ്ഞാൽ എന്താ, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എർത്ത് ക്രസ്റ്റിലെ ആ എലമെൻറ്റും കോമ്പൗണ്ടും ആയിട്ട് നിൽക്കുന്നതിനാ പറയുന്ന പേരാണ് എന്ത്, മിനറൽസ്. ആ മിനറലിൽ നിന്ന് നമുക്ക് നമ്മളെ മെറ്റലിനെ പ്രോഫിറ്റബിളെയും അതേപോലെ കൺവീനിയൻ്റ് ആയിട്ടും എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ മിനറൽസിനെ പറയുന്ന പേരാണെന്ത്, ഓർസ്. മനസ്സിലായല്ലോ? ഇനി ഈ മെറ്റലർജിനെ കുറിച്ച് പറയുമ്പോൾ നെക്സ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഐഡിയ നമുക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഗ്യാങ്. അടുത്ത വാക്ക് നമുക്ക് അറിയേണ്ടത് ഗ്യാങ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഗ്യാങ്? എന്താ ഗ്യാങ് എന്ന് പറഞ്ഞാൽ, ഉറപ്പായിട്ടും ഈ പാറപ്പൊടികളിൽ നിന്നൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ കുറേ മണ്ണും ചളിയും ക്ലേയും ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ആ ഇംപ്യൂരിറ്റീസിനെ പറയുന്ന പേരാണെന്ത്, ഗ്യാങ്. സോ വാട്ട് ഈസ് ഗ്യാങ്? The impurities that is associated with the ore particles. The impurities that is associated with the ore particles, that is known as the gang. Understood? മനസ്സിലായോ? എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ, നെക്സ്റ്റ് സെഷനിലേക്ക് പോയാലോ? റൈറ്റ്, കം ബാക്ക് ഹിയർ. സോ ഹിയർ ലിസൺ. ഇപ്പോൾ ഗ്യാങ്, മിനറൽസ്, ഓർസ്, ഗ്യാങ്. ഫസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ. ആ എക്സ്ട്രാക്ഷൻ്റെ സ്റ്റെപ്സിനെ കുറിച്ചാണ് നമുക്കറിയേണ്ടത്. ഇനി ഈ എക്സ്ട്രാക്ഷൻ്റെ സ്റ്റെപ്സ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. എന്താ ഈ വർക്കിൻ്റെ അർത്ഥം? കോൺസെൻട്രേഷൻ അല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഈ ഓറിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഗ്യാങ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാങ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തായിരിക്കും, കൂടുതൽ ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? അതിൻ്റെ അകത്തുള്ള ക്ലേയും സിൽട്ടും സാൻഡൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? ആ കൂടുതൽ ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാകുമ്പോഴാണ് അതിന് പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. മനസ്സിലായല്ലോ? കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ. അതല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബെനിഫാക്ഷൻ ഓഫ് ദി ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ അല്ലെങ്കിൽ ബെനിഫാക്ഷൻ ഓഫ് ദി ഓർ, എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. മനസ്സിലായല്ലോ? സോ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ? ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ദി ഗ്യാങ് പാർട്ടിക്കിൾസ് ഫ്രം ദി ഓർ ഇസ് നോൺ ആസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ഓർ എൻറിച്ച്മെൻറ്റ് ഓഫ് ദി ഓർ. കോൺസെൻട്രേഷൻ, ബെനിഫാക്ഷൻ ഓർ എൻറിച്ച്മെൻറ്റ് ഓഫ് ദി ഓർ. ഈ എൻറിച്ച്മെൻറ്റും ബെനിഫാക്ഷനും അല്ലെങ്കിൽ കോൺസെൻട്രേഷനും ഒക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മളെ മുമ്പിൽ അവൈലബിൾ ആണ്. ഓരോ ഓറിനും ഓരോ മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഓറിൻ്റെയും അതുപോലെ തന്നെ ഈ ഗ്യാങ്ങിൻ്റെയും പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് അനുസരിച്ചിട്ടാണ്. ഓറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എന്ന് നോക്കണം. സോ ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി ഗ്യാങ് ആൻഡ് ദി ഓർ വി ചൂസ് ഡിഫറെൻറ്റ് concentration method, different benefaction methods or different enrichment methods. Let's see which are the different methods. I'll just give you a brief description about different methods. First method ഞാൻ പറയുന്നു hydraulic washing.
The first method is hydraulic washing. ഹൈഡ്രോളിക് വാഷിംഗ് എപ്പോഴാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുക? ഹൈഡ്രോളിക് വാഷിംഗ് നമ്മൾ എപ്പോഴും എംപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ പാർട്ടിക്കിൾസും ഗ്യാങ് പാർട്ടിക്കിൾസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും, മാസിൽ ഡിഫറൻസ് ഉണ്ടാവും, അവരുടെ വെയ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ഹൈഡ്രോളിക് വാഷിംഗ് യൂസ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്? ഹൈഡ്രോളിക് വാഷിംഗ് വെൻ ദർ ഇസ് ഡിഫറൻസ് ഇൻ ദി മാസ്. അതായത് യൂഷ്വലി നമ്മൾ എംപ്ലോയ് ചെയ്യുക എപ്പോഴാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിരിക്കുകയും അതേപോലെ നിങ്ങളുടെ ഗ്യാങ് പാർട്ടിക്കിൾസ് ലൈറ്റർ ആയിരിക്കുകയും ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ കൂടെയുള്ള ഗ്യാങ് പാർട്ടിക്കിൾസ് ലൈറ്റർ ആയിരിക്കുക, ഗ്യാങ് പാർട്ടിക്കിൾസ് ലൈറ്റർ ആയിരിക്കുകയും അതുപോലെ ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യൂഷ്വലി hydraulic washing method follow ചെയ്യുന്നത്. Now this is very simple method which you can easily understand. ഒന്നുമില്ല, നമ്മളൊരു ഫ്ലോയിങ് വാട്ടറിൽ ഇതിനെ നമ്മൾ വാഷ് ചെയ്യാം. ഓർ പാർട്ടിക്കിൾസ് ഇത് ഇപ്പോൾ നമ്മൾ ക്രഷർ കണ്ടിട്ടില്ലേ? ഈ ക്രഷറിന് പോലെയാണ് കിട്ടുക കേട്ടോ. വലിയ വലിയ പാറ കഷ്ണങ്ങളെ ഫസ്റ്റ് നമ്മൾ പൊടിച്ച് ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടാവും. അല്ല, നമുക്ക് പല സൈസിൽ ഇപ്പോൾ കോറീസിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ? അതായത് വലിയ പാറ കഷ്ണങ്ങളായി കിട്ടും, ചെറിയ പാറ കഷ്ണങ്ങളായി കിട്ടും, ബേബി മെറ്റലായി കിട്ടും, ഡിഫറെൻറ്റ് അല്ലേ? നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ഡിഫറെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഓർ പാർട്ടിക്കിൾസിനെ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ടുള്ള കുഞ്ഞി പാർട്ടിക്കിൾസായിട്ടാണ് കിട്ടുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഫ്ലോയിങ് വാട്ടറിൽ വാഷ് ചെയ്യുക. ഫ്ലോയിങ് വാട്ടറിൽ വാഷ് ചെയ്യുക. ഫ്ലോയിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ലൈറ്ററായിട്ടുള്ള ഈ ഗ്യാങ് പാർട്ടിക്കിൾസ് ഒക്കെ ഒലിച്ചു പോകുകയും ഹെവിയർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? താഴെ ഓർ പാർട്ടിക്കിൾസ് കിട്ടും. അണ്ടർസ്റ്റുഡ്? അതായത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടില്ല വലിയ വലിയ ക്ലേയും ചളിയും മണ്ണൊക്കെ ഒലിച്ചു പോയിക്കോളും. അതിനേക്കാളും ഹെവിയർ ആയിട്ടുള്ള നമ്മുടെ ഓർ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. ഗോട്ട് ഇറ്റ്? Understood? Okay. Then the second method നമുക്ക് ഏതാ പറയുക? മാഗ്നറ്റിക് സെപ്പറേഷൻ. സെക്കൻഡ് മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലേ? മാഗ്നറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാഗ്നറ്റിക് സെപ്പറേഷൻ എപ്പോഴാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയ്തർ യുവർ ഓർ പാർട്ടിക്കിൾസ് ഓർ യുവർ ഗ്യാങ് ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. എയ്തർ ദി ഓർ ദി ഗ്യാങ്, ഇതിലേതെങ്കിലും ഒന്നിന് എന്തുണ്ടെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാം. നിങ്ങൾ ഈ അരിയൊക്കെ പൊടിക്കുന്ന മില്ലിൽ പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അരിയൊക്കെ പൊടിക്കുന്ന മില്ല് ഉണ്ടല്ലേ? കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അതുണ്ടാവുക? അവിടെ എങ്ങനെ വീൽസ് ഉണ്ടാവും? അവിടെ അരി പൊടിക്ക് വീൽസ് ഉണ്ടാവില്ല, ഇങ്ങനെ 2 വീൽസ്. ഈ വീൽസ് കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? ബെൽറ്റ് ഉണ്ടാവും അല്ലേ? ഓർമ്മ ഉണ്ടോ? കണ്ടതിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനെ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വീലുണ്ടാവും. വീലിന് കണക്ട് ചെയ്തിട്ട് ബെൽറ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ ബെൽറ്റിൻ്റെ മുകളിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ബെൽറ്റ് ഇതിനൊരു കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? റൈസ് ഇട്ട് കൊടുക്കുക, പൊടിയും. ആ പൊടിക്കാൻ വേണ്ടിയിട്ട് ഈ മെഷീന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ഈ റോളർ വർക്ക് ചെയ്യും. റോളർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെയും അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. 2 റോളേഴ്സ് ഉണ്ടാവും. ഈ റോളറിൽ ഒന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ഇതൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള റോളർ, ഇതൊരു നോർമൽ റോളറുമാണ് ഉണ്ടാവുക. ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ പൊടിച്ചിട്ടുള്ള ഓർ പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇതിവിടെ വന്നിട്ട് ഈ ബെൽറ്റിൽ വീഴും. ഓക്കെ, സപ്പോസ് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. സോ വാട്ട് ഹാപ്പൻസ് നൗ? ഈ വീണിട്ടുള്ള പൊടി എന്ത് ചെയ്യും? ഈ ഓർ പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഉള്ളിലൂടെ മൂവ് ചെയ്യും. am I right? അല്ലേ? ആ ബെൽറ്റിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യും. ആ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ആ പാർട്ടിക്കിൾസ് ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടേക്ക് തെറിച്ച് വീഴും അല്ലേ? അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചാൽ ബെൽറ്റിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുമോ? ഇല്ല. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വീണു. പക്ഷേ ഇവിടെ ഈ വീലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് ഇല്ലേ? ഈ വീലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഓറിനോ ഗ്യാങ്ങിനോ ഏതിനാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്, ഓറായാലും ശരി ഗ്യാങ് ആയാലും ശരി,
ഏതിനാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് അത് ഈ ബെൽറ്റിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെയാണ് സെറ്റിൽ ഡൗൺ ചെയ്യുക. എന്നാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത സാധനം ഇവിടുന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. അണ്ടർസ്റ്റുഡ്? സോ വാട്ട് ഹാപ്പൻസ് നൗ? ബേസിക്കലി ഓർ ആയാലും ഗ്യാങ് ആയാലും ദേ ആർ ബീങ് സെപ്പറേറ്റഡ്. ദേ ആർ ബീങ് സെപ്പറേറ്റഡ്. മനസ്സിലായോ? ദേ ആർ ബീങ് സെപ്പറേറ്റഡ്. ഈ റോളറിലൂടെ വന്ന് ഇതിൽ ഒരു വീലിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓറായാലും ഗ്യാങ് ആയാലും ആർക്കാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ആൾ ഇത് കൂടെ വന്ന് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് അല്ലേ, മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇല്ലാത്ത സാധനം എന്താണെന്ന് വെച്ചാൽ അതിവിടെ എത്തും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് enrichment of the ore or the concentration of the ore, that is the magnetic separation. ഇത് ആർക്കാ എംപ്ലോയ് ചെയ്യുക? ഇത് ഏത് ടൈപ്പ് ഓറിനാ എംപ്ലോയ് ചെയ്യുക? യെസ്, ഒന്നെങ്കിൽ ഓറിന് അല്ലെങ്കിൽ ഗ്യാങ്ങിന്, ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. Then the third method which we can use is froth flotation. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂഷ്വലി സൾഫൈഡ് ഓറുകൾക്കാണ് കാണപ്പെടുന്നത്. ഓക്കെ, സൾഫൈഡ് ഓസ്. നമ്മൾ ഓറുകൾ എന്ന് പറഞ്ഞു അല്ലേ. ഓറുകൾ 3 ഡിഫറെൻറ്റ് ഫോംസിലാണ് യൂഷ്വലി കാണുക. ഓർസ് 3 ഡിഫറെൻറ്റ് ഫോംസിലാണ് യൂഷ്വലി കാണുക. എങ്ങനെയൊക്കെ കാണാം? ഓർസ് ഒന്നെങ്കിൽ ഓക്സൈഡ്സ് ആയിട്ട് കാണാൻ പറ്റും, അതല്ലെങ്കിൽ അവർ സൾഫൈഡ്സ് ആയിട്ട് കാണപ്പെടും, അതല്ലെങ്കിൽ അവർ കാർബണേറ്റ്സ് ആയിട്ട് കാണും. ഓക്കെ, കാർബണേറ്റ്സ് ആയിട്ട്, ഓക്സൈഡുകളായിട്ട്, സൾഫൈഡുകളായിട്ട്, കാർബണേറ്റ്സുകളായിട്ട്, ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സിലാണ് സാധാരണഗതിയിൽ ഓർസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഓക്കെ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സോ എന്താ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് നോക്കുകയല്ലേ നമ്മൾ പറഞ്ഞു. സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാനുള്ള മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൾഫൈഡ് ഓർ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മൾ കോപ്പർ സൾഫൈഡ് ഓർ നോക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാങ്കിൽ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വെറ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ദി ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ദി ഗ്യാങ് പാർട്ടിക്കിൾ. ഓർ പാർട്ടിക്കിളിൻ്റെയും ഗ്യാങ് പാർട്ടിക്കിളിൻ്റെയും വെറ്റിംഗ് പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ സാധാരണഗതിയിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഓർ പാർട്ടിക്കിൾസ് ഓയിലായിട്ട് വെറ്റ് ചെയ്യുകയും എന്നാൽ ഗ്യാങ് പാർട്ടിക്കിൾസ് വാട്ടറായിട്ട് വെറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഗ്യാങ് പാർട്ടിക്കിൾസിനെ നനയിപ്പിക്കുന്നത് വെറ്റ് ചെയ്യുന്നത് വാട്ടറും, അതേപോലെ ഓർ പാർട്ടിക്കിൾസിനെ വെറ്റ് ചെയ്യിക്കുന്നത് ആരായിരിക്കും? ഓയിലും ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ടാങ്ക് എടുക്കുക. ഈ വലിയ ടാങ്കിൽ നമ്മളുടെ എന്താണ് ഓർ പാർട്ടിക്കിൾസ്, ഓക്കെ, നമ്മളുടെ ഓർ പാർട്ടിക്കിൾസും ഗ്യാങ്ങുള്ള ആ മിക്സ്ചർ നമ്മളിവിടെ എടുക്കുക. എന്നിട്ട് ഈ ടാങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ള് വാട്ടർ ഫില്ല് ചെയ്യും. എന്താണ് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക? ഇതിൻ്റെ അകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യും. വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെറ്റിംഗ് ഏജൻ്റ് ആയിട്ടുള്ള പൈൻ ഓയിൽ, ഓക്കെ, വെറ്റിംഗ് ഏജൻ്റ് ആയിട്ടുള്ള പൈൻ ഓയിൽ നമ്മൾ ആഡ് ചെയ്യും. വെറ്റിംഗ് ഓയിൽ ഏജൻ്റ് ആയിട്ടുള്ള പൈൻ ഓയിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിറർ ഉപയോഗിച്ചിട്ട് എയർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും. എയർ അതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്തിട്ട് സ്റ്റിറർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അതായത് ഇത് നന്നായിട്ട് ഇളക്കുക പൈൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം. അപ്പം നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് ഓയിലുമായിട്ട് വെറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള നമ്മൾ ഓർ പാർട്ടിക്കിൾസ്, ഓയിലുമായിട്ട് വെറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള നമ്മൾ ഓർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിൽ ഒരു ഫ്രോത്തായിട്ട് വന്ന് നിൽക്കും. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പത അല്ലേ? നമ്മൾ സർഫൊക്കെ കലക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലൊരു പത വരൂലേ? അതുപോലെ
ഈ ഓർ പാർട്ടിക്കിൾസിലേക്ക് നമ്മൾ പൈൻ ഓയിൽ വെച്ചിട്ട് എയർ പാസ് ചെയ്തിട്ട് നന്നായിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്രോത്ത് വന്ന് നിൽക്കും. ഓക്കെ, എങ്ങനെ ഫ്രോത്ത് വന്ന് നിൽക്കും? ഫ്രോത്തിങ് ഏജൻറ്റ് എന്നാണ് പറയാം കേട്ടോ. ഫ്രോത്തിങ് ഏജൻറ്റായി പൈൻ ഓയിൽ ആഡ് ചെയ്യുക, ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്കിം ഓഫ് ചെയ്യുക. സ്കിം ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അതെന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഫ്രോത്തിനെ വേറെ ഒരു വെസലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. വേറൊരു വെസലിലേക്ക് ഈ ഫ്രോത്തിനെ നമ്മൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പതനൊക്കെ സ്കിം ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓറ് കിട്ടും. ഓക്കെ, ആവശ്യമില്ലാത്ത സാൻഡും ക്ലേയും ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യും. Understood? Froth flotation is a concentration technique, an enrichment technique, or a benefaction technique that is used to concentrate sulfide ore. സൾഫൈഡ് ഓറുകളെ പ്രത്യേകമായിട്ട്, കാരണം സൾഫൈഡ് ഓറുകൾക്ക് ഓയിലാണ് വെറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. അതിൻ്റെ ഗ്യാങ് പാർട്ടിക്കിൾസിന് എന്തായിരിക്കും, വെറ്റിംഗ് പ്രോപ്പർട്ടി വിത്ത് ദി വാട്ടർ. അങ്ങനെ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, എങ്കിൽ ലാസ്റ്റ് ടെക്നിക്ക് നമ്മൾ പറയാൻ പോവുകയാണ്, ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? Leaching is also a concentration technique, a benefaction technique, or an enrichment technique. എവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുക? യൂഷ്വലി നമ്മളോട് അതിൻ്റെ പ്രിൻസിപ്പിളാണ് ചോദിക്കുക. ഓക്കെ, നമ്മുടെ എന്താണ് ഇതിൻ്റെ ഹൈഡ്രോളിക് വാഷിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? ഹൈഡ്രോളിക് വാഷിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് അവിടെ പറയുന്നത്? അത് ഓർ പാർട്ടിക്കിളിൻ്റെയും ഗ്യാങ് പാർട്ടിക്കിളിൻ്റെയും വെയ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ മാസ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. മാഗ്നറ്റിക് സെപ്പറേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഓറിനോ അല്ലെങ്കിൽ ഗ്യാങ്ങിനോ ഏതെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? വെറ്റിംഗ് പ്രോപ്പർട്ടിയിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ. അതേപോലെ ലീച്ചിങ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ലീച്ചിങ് ഈസ് ദാറ്റ് എയ്തർ ദി ഓർ, യൂഷ്വലി ഓറാണ്, ഓർ പാർട്ടിക്കിൾസ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമെങ്കിൽ, സോല്യൂബിൾ ആണെങ്കിൽ, ഓക്കെ, അതായത് സോല്യൂബിൾ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീച്ചിങ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അലൂമിനിയത്തിനാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം അഥവാ എൻറിച്ച്മെൻറ്റ് ഓഫ് അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റ്. അലൂമിനിയം സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, നമ്മൾ സ്ഥിരം കേൾക്കണം, നമ്മളെ സ്ഥിരം ആൽക്കിലി, നമ്മളെ ബേസ് അല്ലേ, സോഡിയം ഹൈഡ്രോക്സ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിൽ അലൂമിനിയം സോല്യൂബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഓറ് അല്ലേ, ആ ഓറും ഗ്യാങ്ങും ആയിട്ടുള്ള മിക്സ്ചറിലേക്ക് നമ്മൾ ഈ സോൾവെൻ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സോൾവെൻ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓർ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്ത് ആ സോൾവെൻറ്റിലേക്ക് വരും. എന്നിട്ട് നമ്മളതിനെ ഫിൽട്ടർ ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഗ്യാങ് പാർട്ടിക്കിൾസ് ഒക്കെ പോവും, നമ്മൾ ഓർ പാർട്ടിക്കിൾസ് മാത്രം നമ്മളെ സോൾവെൻറ്റിൽ ഉണ്ടാവുക. സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവും, NaOHും അലൂമിനിയം കൂടി ചേർന്നിട്ട് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവും. ആ സോഡിയം അലൂമിനേറ്റിനെ നമുക്ക് എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്യും. മനസ്സിലായല്ലോ? സോ ടുഡേയ്സ് ക്ലാസ് we'll have just a recap about what we have studied till now. ഒരു ചെറിയ റീക്യാപ്പ് എടുത്താലോ? ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, മെറ്റലർജി. എന്താ മെറ്റലർജി എന്ന് പറഞ്ഞാൽ, മെറ്റലർജി ദാറ്റ് ഈസ് ദ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്, സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ മെത്തേഡ് that are used or employed to extract a metal from its ore. അല്ലേ? അപ്പോൾ എന്താ മിനറൽ? മെറ്റലർജിയുടെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് മിനറൽസ് ആണ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ്, എർത്ത് ക്രസ്റ്റിൽ ഓഷ്യനിലൊക്കെ ഉണ്ടാവുന്ന നമ്മൾ എലമെൻറ്റ് ആൻഡ് കോമ്പൗണ്ട്, മെറ്റൽ ആൻഡ് കോമ്പൗണ്ട് സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസസിനെ പറയുന്ന പേരാണ് മിനറൽസ്. ഏതെങ്കിലും ഒരു മിനറലിൽ നിന്ന് നമ്മളെ മെറ്റലിനെ പ്രോഫിറ്റബിളിയും കൺവീനിയൻ്റ്ലിയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം മിനറൽസിനെ പറയുന്ന പേരാണ് എന്ത്, ഓറുകൾ. എപ്പോഴും ഈ ഓറുകളെ അസോസിയേറ്റ് ചെയ്തിട്ട് കുറേ വേണ്ടാത്ത സാധനങ്ങളുണ്ടാവും. ക്ലേ ആയിട്ടും സിൽട്ടായിട്ടും സാൻഡായിട്ടും ഒക്കെ ഉണ്ടാവും. സോ ദീസ് തിങ്സ് വിച്ച് ആർ അസോസിയേറ്റഡ്, ദ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദി ഓർ ഇസ് കോൾഡ് ആസ് ദ ഗ്യാങ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ്റെ കുറേ സ്റ്റെപ്സ് ഉണ്ട്.
നമ്മൾ പഠിക്കും. പക്ഷേ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻറിച്ച്മെൻറ്റ് ഓഫ് ദി ഓർ. എൻറിച്ച്മെൻറ്റ് ഓഫ് ദി ഓർ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ദ ബെനിഫാക്ഷൻ ഓഫ് ദി ഓർ. ഒന്നുമില്ല, ഈ പുറമേ കാണുന്ന ഈ ഗ്യാങ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറയുന്ന പേരാണ് ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ബെനിഫാക്ഷൻ. ഓരോ ഓറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും പ്രോപ്പർട്ടിയിലെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ടെക്നിക് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇസ് ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് ഇസ് എ മെത്തേഡ് ദാറ്റ് ഇസ് യൂസ്ഡ് വെൻ ദർ ഇസ് ഡിഫറൻസ് ഇൻ ദി മാസ് ഓഫ് ദി ഓർ പാർട്ടിക്കിൾസ് ആൻഡ് ദി ഗ്യാങ് പാർട്ടിക്കിൾസ്. ഗ്യാങ് ലൈറ്റർ ആയിരിക്കുകയും ഗ്യാങ് ലൈറ്റർ ആയിരിക്കുകയും ഓർ ഹെവിയർ ആയിരിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് തന്നെയാണ് എന്ത്? ഹൈഡ്രോളിക് വാഷിംഗ്. നന്നായിട്ട് സ്ട്രീം ഓഫ് ഫ്ലോയിങ് വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്യുക. ലൈറ്റർ ആയിട്ടുള്ള ഈ ഗ്യാങ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്ത് പോവും, ഹെവിയർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. നെക്സ്റ്റ് ഇസ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ ഇസ് എംപ്ലോയ്ഡ് വെൻ എയ്തർ ദി ഓർ ദി ഗ്യാങ് ഇസ് ഹാവിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഒരു മാഗ്നറ്റിക് റോളറിൻ്റെ മുകളിൽ നമ്മളിത് പ്ലേസ് ചെയ്യുക. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തത് ഇങ്ങോട്ട് തെറിച്ച് വീഴും. അങ്ങനെ ഇവരെ രണ്ടുപേരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. The third method, that is the froth flotation, that is employed only in case of sulfide ore, and that is employed when there is difference in the wetting property of the ore and the gangue. ഓർ പാർട്ടിക്കിൾസ് ഓയിലായിട്ട് വെറ്റ് ചെയ്യുകയും ഗ്യാങ് പാർട്ടിക്കിൾസിനെ വെള്ളം കൊണ്ട് വെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, എസ്പെഷ്യലി ഫോർ ദി സൾഫൈഡ് ഓർ. ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് ഫ്രോത്തിൻ്റെ കൂടെ പുറത്തു വരികയും അതിന് നമ്മൾ സ്കിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസിനെ കിട്ടുകയും ചെയ്യും. ഇനി ലാസ്റ്റ് മെത്തേഡ് ലീച്ചിങ് ആണ്. ലീച്ചിങ് നമ്മൾ എപ്പോഴും എംപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിൽ സോല്യൂബിൾ ആകുമ്പോഴാണ്. അങ്ങനെ പെർട്ടിക്കുലർ സോല്യൂബിൾ ആയിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഡിസോൾവ് ചെയ്യുകയും അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കതിനെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇൻട്രവെല്ലിൻ്റെ ക്ലാസ് റൂം യൂട്യൂബ് ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമ്മളവിടെ പറയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി പിന്നീട് കാണാമല്ലോ അല്ലേ? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു. ബൈ ബൈ.